മുമ്പ് ഇപ്പോൾ ES ബിജുമോൻ അദ്ദേഹം സൈബർ വിജിലൻസ് SP ആണ്. സാർ, ഇത്തരത്തിൽ ഈ ഞങ്ങളുടെ സഹപ്രവർത്തകനടക്കം നേരിട്ട ഒരു ബുദ്ധിമുട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് വ്യാപകമായ ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. അത് സൈബർ വിഭാഗത്തിന് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? സൈബർ വിഭാഗം ഇതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വാട്സപ്പ് ഹാക്കിംഗ് എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പരാതികൾ പല ഫോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്ത് രീതിയിൽ എങ്ങനെ പ്രിവെന്റീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസും അതുപോലെ തന്നെ സൈബർ വിഭാഗവും ഒക്കെ തന്നെ അഡ്വൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഫോണിലേക്ക് നമ്മളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അവരുടെ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഒരു 6 ഡിജിറ്റ് നമ്പറാണ് സാധാരണഗതിയിൽ നമ്മളുടെ ഫോണിൽ വരുന്ന ഒരു നമ്പറായിട്ട് വരുന്നത്. ആ നമ്പർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കോളുകൾ കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജുകൾ കൂടിയോ ഈ 6 ഡിജിറ്റ് നമ്പർ മനസ്സിലാക്കി ഒരാളുടെ ഫോൺ ഹാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏതെങ്കിലും ഒരാളെ ചിലപ്പോൾ അവരറിയാതെ പറഞ്ഞു കൊടുത്തതാണ്. അവരുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും പിന്നീട് മെസ്സേജുകൾ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവര് അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ കൺട്രോള് ഇവര് ഏറ്റെടുക്കും. ഈ ഹാക്കേഴ്സ് ഏറ്റെടുത്ത ശേഷം അവർക്കെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള മെസ്സേജുകൾ പോകും. അപ്പൊ നമ്മൾ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ളവരോ നമുക്ക് അറിയാവുന്ന ആളുകളുടെ ഫോണിൽ നിന്നാണ് ഈ മെസ്സേജ് വരുന്നത്. അവർ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ അറിയാതെ എന്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പല ആളുകളും ഇത് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആളുകളുടെ ഫോണുകൾ ഇത് ഹാക്കായി പോകുന്നത്. ഒരാളുടെ ഫോൺ ഹാക്കാക്കിയ ശേഷം അതിന്റെ കോണ്ടാക്ട് ലിസ്റ്റുള്ള വാട്സപ്പിലുള്ള മുഴുവൻ നമ്പറുകളിലേക്കും അവരുടെ ഗ്രൂപ്പുകളിലേക്കും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയച്ച് വീണ്ടും ആളുകളെ ഹാക്ക് ചെയ്യുന്ന സംവിധാനമാണുള്ളത്. ഇതിന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിന് നമ്മുടെ അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മളുടെ വാട്സപ്പിനകത്ത് ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ അല്ലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. സാധാരണ അത് ഡിഫോൾട്ട് ആയിട്ട് എനേബിൾഡ് ആയിരിക്കത്തില്ല. അത് നമ്മൾ വാട്സപ്പിന്റെ സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ കയറി അക്കൗണ്ട്സിൽ 2 ഫാക്ടർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് അതിനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആകുമ്പോൾ ഈ 6 ഡിജിറ്റ് നമ്പറിനോടൊപ്പം പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിൻ നമ്പർ ഉണ്ട്. അത് നമ്മളോട് ചോദിച്ച് അതുകൂടെ കൊടുത്താൽ മാത്രമേ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇത് നഷ്ടപ്പെട്ടാൽ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഇമെയിൽ ID കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിരുന്നാൽ ആ ഇമെയിലിൽ കിട്ടുന്ന ലിങ്ക് വഴി നമുക്കിത് തിരിച്ചെടുക്കാനും പറ്റും. ഇവിടെ ഇപ്പൊ പലപ്പോഴും നമ്മളുടെ ഫോൺ ഹാക്കായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 24 മണിക്കൂർ നേരം എങ്കിലും സമയം എടുക്കും നമ്മൾ വാട്സപ്പിന് കംപ്ലൈന്റ് കൊടുത്ത് അവർ നമ്മളുടെ ID വെരിഫൈ ചെയ്ത് തിരിച്ചു കിട്ടാൻ. അപ്പൊ ആ സമയത്തിനിടയിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പലർക്കും പോവുകയും അക്കൗണ്ടിൽ നിന്നും പെട്ടെന്ന് നേരത്തെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ചോദിച്ച പോലെ തന്നെ അടിയന്തരമായിട്ട് ചെറിയ എമൗണ്ട് പൈസ ചോദിക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പൊ നമ്മളൊരു മാക്സിമം അവയർനെസ് ഇതിന്റെ ഭാഗത്ത് വേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് പരാതികൾ ശ്രദ്ധയിൽപ്പെടുന്നുകൊണ്ട് അതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. അതായത് സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപകമായി ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അവരുടെ അക്കൗണ്ടുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വാട്സപ്പിനെ ഇത് ഒഫീഷ്യലി നമ്മുടെ സൈബർ വിഭാഗം ബന്ധപ്പെട്ടിട്ടുണ്ടോ? വാട്സപ്പിന് ഇത് അറിയാം. വാട്സപ്പിന് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്സപ്പ് ഇത് അറിയാവുന്നതുകൊണ്ടാണ് വാട്സപ്പിന്റെ അവർ തന്നെ ഇവരുടെ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, നമ്മളോട് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഇതറിയാമല്ലോ, നമ്മുടെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരെല്ലാം തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ആണ്. നമ്മളെ വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു തരത്തിൽ സംസാരിപ്പിച്ച് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ രീതിയിൽ ചോദിച്ചെടുക്കുന്നത്. അത് നമ്മളുടെ ഒരു പെട്ടെന്ന് ചെറിയ സമയത്തെ ഒരു അശ്രദ്ധയിൽ കൂടിയാണ് ഇവരതെല്ലാം ചെയ്യുന്നത്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഒരു അവയർനെസ് മാക്സിമം ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം എന്നും കൂടിയാണ് ഇതിനകത്ത് പറയാനുള്ളത്. സാർ, ഒരു കാര്യം കൂടി, ഇത് സ്വാഭാവികമായും വ്യക്തിപരമായ സ്വകാര്യതയൊക്കെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അന്വേഷണ സംഘത്തിന് പോലും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം തട്ടിപ്പുകാരിലേക്ക് എത്തുക എന്നത് സാധ്യമാണോ? ഇതാരാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നത് കണ്ടെത്തുക എന്നതൊക്കെ സാധ്യമാകുന്ന ഒന്നാണോ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്? സാധ്യമാകുന്നുണ്ട്. കാരണം ഇത് പലപ്പോഴും ഇത് നമ്മളുടെ സ്ഥിരം നടക്കുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രോഡിന്റെ ആ സംഘം തന്നെയാണ് ഇതിന്റെ പിന്നിലും കാണുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ഇതിൽ എത്തുന്നത് അന്യ സംസ്ഥാനം, അതായത് എവിടെയാണോ ഈ തട്ടിപ്പ് വരുന്നത് ആ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്തു നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും വരുന്നത്. അവര് പലപ്പോഴും നമ്മളുടെ ഒരു അന്വേഷണ സംഘം ആ സംസ്ഥാനത്ത് എത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഇവര് അവരുടെ പൈസ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പറ്റുന്നത്. അതുകൊണ്ട് നമുക്കിത് അവരിലേക്ക് എത്താൻ പറ്റും. കാരണം അതിനൊരു സഹായം
തീർച്ചയായും വേണ്ടത് മെറ്റയുടെ, അതായത് ഇവരുടെ ഫേസ്ബുക്കിന്റെ പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം ഇതിന്റെ ഏത് നമ്പറിൽ നിന്നാണ്, ഏത് IP ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൽകേണ്ടത് മെറ്റയാണ്. അപ്പൊ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന മറുപടിക്കുള്ള കാലതാമസം വരുമ്പോഴത്തേക്കും സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്കെങ്കിലും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശരി സാർ, ഇപ്പോൾ ആ നമ്പറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്തിന് തന്നെ മെസ്സേജുകൾ എന്ന രീതിയിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളിൽ ചിലരെങ്കിലും പണം നൽകിയിട്ടുണ്ട് എന്ന തരത്തിൽ തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഇന്ന നമ്പറിലേക്ക് അയക്കൂ എന്ന് അടുത്ത നിർദ്ദേശം വരുന്നു. ആ നമ്പറുകൾ അടക്കം ഞങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറുകൾ ലഭിച്ചാൽ ഈ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന വിഭാഗത്തിനൊക്കെ അതിലേക്ക് എത്തുക, അത് പ്രാക്ടിക്കലാണോ? തീർച്ചയായിട്ടും ആ നമ്പറുകൾ പ്രസക്തമാണ്. പലപ്പോഴും ഈ നമ്പറുകൾ നേരിട്ട് ഇവരുടെ പേരിൽ അല്ലെങ്കിൽ KYC തെറ്റായിരിക്കും എങ്കിൽ പോലും ആ നമ്പറുകൾ നമുക്ക് തീർച്ചയായിട്ടും അന്വേഷണത്തിന് നല്ലതാണ്, തീർച്ചയായിട്ടും ഉതകുന്നതാണ്. ഈ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 1930 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ച് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാം ഇത്തരത്തിൽ ഫൈനാൻസ് പോയി കഴിഞ്ഞാൽ. അതുപോലെ cybercrime.gov.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. സഞ്ചാർ സാരഥി നമ്മളുടെ വെബ്സൈറ്റിലും ഈ തരത്തിൽ വരുന്ന നമ്പറുകൾ, അതായത് നമുക്കിങ്ങനെ മെസ്സേജ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൈസ ചോദിച്ചു വരുന്ന നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ I4C ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെന്ററുകൾ ഈ നമ്പറുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. ആ നമ്പർ സംബന്ധിച്ചുള്ള തുടർ അന്വേഷണം നടത്തുകയും ചെയ്യും. അത് പോലീസിന് തീർച്ചയായിട്ടും ഈ നമ്പറുകൾ അത് നമുക്ക് അന്വേഷണത്തിന് തീർച്ചയായിട്ടും ഉതകുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇതിന്റെ ഭാഗമാകാതെ അല്ലെങ്കിൽ പെട്ടുപോകാതെ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് നൽകാൻ പറ്റുന്ന ഒരു നിർദ്ദേശം അല്ലെ? നമ്മൾ പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു അവയർനെസ് ആണ് വേണ്ടത്. കാരണം ഇതിനകത്ത് നമുക്ക് അറിയാം ദിവസം തോറും പുതിയ പുതിയ തട്ടിപ്പുകളുമായിട്ടാണ്, പുതിയ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതും പലപ്പോഴും നമ്മളുടെ ഒരു അശ്രദ്ധയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു കോഷൻ എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ പൈസ പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 1930 വിതിൻ 1 hour നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള സംവിധാനമുണ്ട്. 1930 എല്ലാവരും ഓർത്ത് വയ്ക്കുക. അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക പൈസ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടാൽ. ശരി.